ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് വ്ലോഗിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ആട്ടപ്പൊടി കൊണ്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഒരു പാത്രത്തിലോട്ട് ഒരു 2 കപ്പോളം ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിന്റെ ആവശ്യമില്ല, നമ്മുടെ നോർമൽ വെള്ളം എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു 15 മിനിറ്റ്സ് മാറ്റി വെക്കാം. 15 മിനിറ്റ്സിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ 4 വലിയ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ആട്ടപ്പൊടിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. നമുക്കതിനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഓയിൽ ഇങ്ങനെ അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാ പൂരിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാ പൂരിയും ഒരേപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാ പൂരിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പൂരി ഫ്രൈ ആക്കുമ്പോൾ കുറേ വട്ടം മറിച്ചും തിരിച്ചും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് പൊങ്ങി വന്നാൽ മറ്റേ സൈഡിലോട്ട് മറിച്ചെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, എല്ലാ പൂരി ഒരേപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് പൂരി ഉണ്ടാക്കി നോക്കണം. നമ്മുടെ സോഫ്റ്റ് ആൻഡ് പഫി പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.